ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 17ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ബിഗ് ബോസ് കളിച്ചതും ബിഗ് ബോസ് മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിച്ചതുമായൊരു ദിവസമായിരുന്നു. ആഹ് അടിപൊളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അനുമോൾ അനീഷിൻ്റെ പാത പിന്തുടരുന്നു. അനീഷ് ബിഗ് ബോസിന് ചെറിയ പണി കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. സോ ബിഗ് ബോസ് പണിതതും ബിഗ് ബോസ് ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിച്ചതുമായ കാര്യത്തിലേക്ക് ആദ്യം വരാം. 2 പണിപ്പുര ടാസ്ക്കാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഒരു 750 പോയിൻറ്റിൻ്റെയും പിന്നെ 1000 പോയിൻറ്റിൻ്റെയും. ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഏറ്റവും സഹനശക്തിയുള്ള ഒരാൾ വരാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അത് നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ആര്യൻ്റെ ക്യാപ്റ്റൻസിയിൽ എല്ലാവരും നറുക്കിട്ട് ഒരാളെ എടുത്തു. അങ്ങനെ ആദില നൂർ സെലക്ട് ആവുന്നു. 750 പോയിൻറ്റ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ടാസ്കിലേക്ക് കിടക്കുന്നു. അപ്പം ബിഗ് ബോസ് പറയുകയാണ്, അടുത്ത ആഴ്ചത്തെ ഫാമിലി വീക്കാണ്. അപ്പം നിങ്ങളുടെ ഫാമിലി ഒഴികെ പിന്നെ ആരുടെയൊക്കെ ഒരു 3 ഫാമിലി ആരുടെയൊക്കെ വരണം അടുത്ത ആഴ്ചത്തേക്ക് എന്നാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞത് അപ്പാണീൻ്റെ ഫാമിലി വരണം, രേന ഫാത്തിമേൻ്റെ ഫാമിലി വരണം, രേണുസുധീൻ്റെ ഫാമിലി വരണം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി. അങ്ങനെ പറഞ്ഞപ്പം അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ 3 ഫാമിലി വേണോ 750 പോയിൻ്റ് വേണം. അപ്പം ആദിലാനൂർ പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾ ഇത്രയും ദിവസം ഈ ഡ്രസ്സ് മാറ്റി മാറ്റി യൂസ് ചെയ്ത് ജീവിച്ചു, അത്യാവശ്യം ഫുഡ് കിട്ടി ജീവിച്ചു, ഇനി അഡീഷണലായിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവരുടെ ഫാമിലി വന്നാൽ മതി. അല്ലെങ്കിൽ ഉള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലീനെ കൊണ്ടുവരില്ല, ഈ 3 പേരുടെ ഫാമിലീനെ. ഇതാണ് ബിഗ് ബോസ് പറഞ്ഞത്. സോ ബിഗ് ബോസ് അതിൻ്റെ അകത്തൊരു ഇരട്ടത്താപ്പ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് 11 12 വീക്കിലാണ് ഇവർ സാധാരണ വരേണ്ടത്. സോ അത് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കാറുന്നത്? ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ മൂളി കേൾക്കുകയാണല്ലോ ചെയ്തത്. സോ നിങ്ങൾക്ക് ആ 750 പോയിൻ്റ് നഷ്ടമായി എന്ന് പറയുന്നതാണ്. പക്ഷേ അവരെടുത്ത ആ കാണിച്ച മനസ്സിന് നമ്മുടെ ബാക്കിയുള്ള ടീംമേറ്റ്സ് ഇവർക്ക് കയ്യടിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഫാമിലിയും പിന്നെ വന്നോട്ടെ, അതും ഞങ്ങളുടെ ഫാമിലിയായി മാറിയല്ലോ എന്നൊക്കെ നമ്മുടെ ആദിലാനൂർ പറയുന്നുണ്ട്. സോ അവരുടെ ഹൃദയം കവറാൻ പറ്റി. പക്ഷേ ബിഗ് ബോസ് നൈസായിട്ട് ഒന്ന് തേക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇനി രണ്ടാമത്തെ ടാസ്ക്കാണ്. രണ്ടാമത്തെ ടാസ്ക് പിന്നെ ഏറ്റവും ധീരന്മാരായിട്ടുള്ള 3 പേരെയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് സെലക്ട് ചെയ്ത് പോയവരാണ് ജിസൈൽ, ആര്യൻ, മറ്റേ അനീഷ് ഇത്രയും പേരാണ് പോയത്. ഈ പറയുന്നതിൻ്റെ ഇടയിൽ അഭിലാഷ് അഭിലാഷ് പറഞ്ഞത് പിന്നെ സരിക ചേച്ചി, രേണുസുധി, രേന ഫാത്തിമ ഇവരാന്ന് തോന്നുന്നു. അവർ ബാക്കിയെല്ലാവരും ജനറലായിട്ട് പിന്നെ ഇവരുടെ പേരുകളൊക്കെയാണ്, ഈ പോയവരുടെ പേരുകളൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അഭിലാഷ് അവിടെ നൈസായിട്ടൊരു ടാക്റ്റിക്കൽ മൂവ് നടത്തി. അഭിലാഷിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നെവിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിക്കാതെ ഈ എല്ലാ ഗെയിമിലും പോകുന്ന നമ്മുടെ ജിസയിലും ആര്യനുമാണ് പോയത്. പിന്നെ കൂടാതെ അനീഷും ഒരു ധീരന്മാരാണെന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ വിട്ടതായിരിക്കാം. ആ വിട്ടത് ഇവർക്ക് തന്നെ വിനയായി. ആദ്യത്തെ ഒരു സ്റ്റാൻഡുണ്ട്, രണ്ടാമത്തെ ഒരു സ്റ്റാൻഡുണ്ട്, മൂന്നാമത്തെ സ്റ്റാൻഡുണ്ട്. ആദ്യത്തെ സ്റ്റാൻഡിൽ നമ്മുടെ അനീഷ് വന്ന് നിൽക്കുന്നു, രണ്ടാമത്തേൽ ആര്യൻ, മൂന്നാമത്തേൽ ജിസൈൽ. അനീഷിൻ്റെ സ്റ്റാൻഡിലുണ്ടായിരുന്ന ഒരു കാർഡുണ്ട്. ആ കാർഡിൻ്റെ അകത്ത് എഴുതിയിരുന്നത് ഈ ടാസ്ക് തുടങ്ങുന്നത് മുതൽ 100 ദിവസം വരെ അനീഷ് മിണ്ടാണ്ടിരിക്കണം. ഇതായിരുന്നു ടാസ്ക്. അതായത് പിന്നെ ഇത് തുടങ്ങുന്നത് മുതൽ, അതായത് വായിച്ച് കഴിയുന്നത് മുതൽ ഇത് ചെയ്യണമെന്നാണ്. ശരിക്കും നട്ഷൽ മേ ബി ചിലപ്പോൾ ബിഗ് ബോസിന് പറ്റിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ അമ്മളി പറ്റിപ്പോയതായിരിക്കാം. പക്ഷേ അനീഷല്ലേ ആൾ. അനീഷ് അവിടെ ഇത് വായിച്ച ഉടനെ തന്നെ മിണ്ടാതിരുന്നു. അതിനുശേഷം അടുത്ത ആൾ ആര്യനാണ്. ആര്യന് മലയാളം വായിക്കാൻ കുറച്ച് പാടുണ്ട്. ആര്യന് അവിടെ വെച്ചിരിക്കുന്ന പിന്നെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ജ്യൂസ് എടുത്ത് കുടിക്കാനാണ്. അപ്പം അതാണ് ആര്യന് കൊടുത്ത ടാസ്ക്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ജിസൈലിനാണ്. തല മുണ്ടനം ചെയ്യുക, തല മുട്ടയടിക്കുക എന്നതാണ്. സോ ഇത് മൂന്നും കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ഷഫിൾ ചെയ്യാം എന്ന്. അപ്പോൾ ഇതൊന്നും അനീഷ് കേൾക്കുന്നില്ല. അനീഷ് ഇതിന് വായിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ മുണ്ടനം ചെയ്യുക എന്നൊക്കെ ഉള്ളത് വായിച്ചത് നമ്മുടെ അപ്പാണി ശരത്താണ് വന്നിട്ട്. സോ തിരിച്ച് ബിഗ് ബോസിന് അനീഷ് ഒരു പണി കൊടുത്തു. അതിന് ശേഷം അനീഷ് കൊടുത്തതാണ് ആര്യനും ജിസൈലിനും. സോ ഈ തല മുട്ടയടിക്കുക, ഈ ജ്യൂസ് കുടിക്കുക, ഇവരിങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കണം. അനീഷ് അവിടെ മിണ്ടുന്നില്ല. അനീഷ് ആംഗ്യം കാണിക്കുന്നുണ്ട്, ഞാൻ ഓൾറെഡി ഏറ്റെടുത്തു, നിങ്ങളിൽ അതാരാന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ. അത് ആര്യൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നൈസായിട്ട് ഒഴിവാവുകയാണല്ലേ എന്നുള്ള രീതിയിൽ ആര്യൻ തുടങ്ങി. ആര്യൻ ശരിക്കും പറഞ്ഞാൽ ബാലിശമായൊരു കൊച്ചു പിള്ളയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആര്യൻ അവിടെ ഭയങ്കരമായിട്ട് അഭിലാഷും ബാക്കി എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആര്യൻ ഇന്ന് മുട്ടയടിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് മുട്ടയടിക്കാൻ പറയുമെന്ന്. ഇവൻ മുട്ടയടിച്ചാൽ തന്നെ ഇന്ന്
ആര്യനൊരു കയറ്റം കയറിയാണ് എല്ലാ ഫാൻസിൻ്റെ ഇടയിൽ. സോ ആര്യൻ അത് പിന്നെ ആ ചലഞ്ച് ഏറ്റെടുത്തില്ല. അപ്പം പറയുന്നത് മതത്തിൻ്റെ കാര്യവും പിന്നെ അച്ഛൻ മരിച്ചാലാണ് ഞങ്ങൾ മുട്ടയടിക്കുക, പിന്നെ അതവർക്ക് സങ്കടമാവും, അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ കുറേ സെൻറ്റി അടിക്കുന്നുണ്ട്. അല്ലാതെ ബള 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 കാര്യങ്ങൾ പറയുന്നുണ്ട്. താല്പര്യമില്ല, അത് തന്നെയാണ് സംഭവം. പിന്നെ ജിസേൽ എന്തായാലും ചെയ്യില്ല എന്ന് നമുക്കറിയാം. പിന്നെ ജിസേൽ ഉള്ള കാര്യം പറയുന്നുണ്ട്, എൻ്റെ ഡ്രസ്സ് കിട്ടുന്നില്ല, എനിക്ക് മേക്കപ്പ് സാധനങ്ങൾ, ഇനി മുട്ടയടിക്കാൻ കൂടെ പറഞ്ഞാൽ എൻ്റെ കാര്യാവസ്ഥ അവതാളത്തിലാവും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് ആര്യൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ജിസേൽ ജ്യൂസ് കുടിച്ചോ. ആര്യൻ അങ്ങോട്ടൊക്കെ പോയി നിന്നു. നമ്മുടെ അപ്പാണി ഏകദേശം ചെറുതായിട്ടൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യുന്നുണ്ട്. കാര്യം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയം അപ്പാണി പറഞ്ഞതുപോലെ ഒരു ഒരു കിക്ക് കിട്ടിയനെ നമ്മുടെ ആര്യന്. സോ അത് ചെയ്യുന്നില്ല. അപ്പം ഇത് ചെറിയൊരു പ്രശ്നമൊക്കെ ആയി മാറുന്നുണ്ട് നമ്മുടെ അപ്പാണീൻ്റെയും അക്ബറിൻ്റെയും ആര്യൻ്റെയും ഇടയിൽ. ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്, കൂടെയുള്ളവരെ ഒന്ന് തെറ്റിക്കുക എന്നുള്ളതൊക്കെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം കാര്യം. സോ അതുപോലെ നടന്നു. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അനീഷാണ്. അനീഷ് പിന്നെ ഇത് വായിച്ച് കഴിയുന്നത് തൊട്ട് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. അനീഷ് അത് ഫോളോ ചെയ്തു. ഞാൻ അനീഷിൻ്റെ ഭാഗത്താണ്. എനിക്ക് ഇത് അപ്പോഴേ കാര്യം കത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ അനീഷ് ചെയ്തത് കറക്റ്റാണ് എന്ന്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും അനീഷിനെ കുറ്റപ്പെടുത്തി. ഇതാണ് സംഭവിച്ചത്. സോ ബിഗ് ബോസ് ഇങ്ങനെ ഗെയിം കളിക്കുന്നത് എനിക്ക് കഴിഞ്ഞ സീസണിലൊക്കെ ഭയങ്കര തൊട്ടി ബിഗ് ബോസ് പരിപാടികളായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ബിഗ് ബോസ് അടിപൊളിയായിട്ട് മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട്. ഇതിന് മുന്നത്തെ ദിവസം ഇത് സംഭവിച്ചു, ഇനിയും സംഭവിക്കട്ടെ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ബാക്കിയുള്ളവരുടെ ക്യാരക്ടർ എക്സ്പോസ് ആവും, എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങും പലരെയും. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പിന്നെ അനുമോള് നമ്മുടെ അനീഷിൻ്റെ പാതയിൽ സിംഗിളായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ടാക്ടിക്സൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന അനുമോളെയാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നത്. സോ ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഞാനിനി എൻ്റെ വീഡിയോയിലൂടെ ശരിയാക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. അപ്പം ബൈ ബൈ.